പ്രാദേശിക ഹൈസ്കൂൾ കായിക ഇനങ്ങളിൽ വിക്ടറി സ്റ്റാൻഡുകളിലെ ഏറ്റവും വലിയതും ആളുകൾ അറിയുന്നവനുമായ വ്യക്തിയായിരുന്നു ടെഡ്. ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് 6 അടി 6 ഇഞ്ച് ഉയരവും 100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരുന്ന ടെഡിന് സ്കൂൾ പരിപാടികളിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവ് ഐതിഹാസികമായിരുന്നു. ആളുകളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ മാത്രമായിരുന്നില്ല ടെഡ് തൻ്റെ സമൂഹത്തിൽ പ്രശസ്തി നേടിയത്. ഒരു യുവാവായിരുന്നപ്പോൾ മദ്യപാനാസക്തി കടിമയായതുമായിരുന്നില്ല ഇതിന് കാരണം. മറിച്ച് ദൈവത്തോടും തൻ്റെ കുടുംബത്തോടുമുള്ള സ്നേഹത്തിനും അവൻ്റെ ഔദാര്യ മനോഭാവത്തിനും ദയയ്ക്കുമാണ് അവൻ ഓർമ്മിക്കപ്പെടുന്നത്. അവൻ്റെ ജീവിതത്തെ ആഘോഷിച്ച 4 മണിക്കൂർ ദൈർഘ്യമുള്ള ശവസംസ്കാര ശുശ്രൂഷയിൽ സുവിശേഷത്തിലൂടെ യേശുവിൻ്റെ ശക്തിയാൽ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഊർജ്ജസ്വലമായ ക്രിസ്തു സദൃശ്യമായ വഴികളെക്കുറിച്ച് സാക്ഷ്യം വഹിക്കാൻ ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ മുന്നോട്ട് വന്നു. എഫേസ്യർ 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പൗലോസ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ തുടർന്ന് താൻ ഇങ്ങനെ രേഖപ്പെടുത്തി, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു, വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. യേശുവിലുള്ള ഓരോ വിശ്വാസിയുടെയും വിളി ഇതാണ്. ടെഡിനെ പോലെ വെളിച്ചത്തിൻ്റെ മക്കൾക്കും ഈ ലോകത്തിൽ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് വേണ്ടി ധാരാളം ചെയ്യാനായിട്ട് ഉണ്ട്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ ഒഴിവാക്കണം. നമ്മുടെ സമൂഹങ്ങളിലും ലോകമെമ്പാടുമുള്ളവർക്ക് യേശുവിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങിയവരുടെ പ്രകാശപൂരിതമായ സാക്ഷ്യം ആവശ്യമാണ്. അതെത്രത്തോളം വ്യതിരിക്തമാണ്? വെളിച്ചം ഇരുട്ടിൽ നിന്ന് എത്ര വ്യത്യസ്തമാണോ അത്രത്തോളം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രചരിപ്പിക്കാൻ നമ്മൾ മടിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുമോ? അവൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് ഒന്ന് വിലയിരുത്തുമോ?